ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള ആലിൻചുവട് വിദ്യാധിരാജ സ്കൂൾ വഴി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റുന്ന റോഡാണ് അവഗണനയിൽപ്പെട്ട് കിടക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി ചെറുതോണി ഇടുക്കി റോഡിൽ ആലിൻചുവട്ടിൽ നിന്നും വിദ്യാധിരാജ സ്കൂൾ കോമ്പൗണ്ട് വഴിയുള്ള പഴയ റോഡ് പുനരുദ്ധരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പ്രധാനപ്പെട്ട പദ്ധതിയോട് ബന്ധപ്പെട്ട അധികൃതർ അവഗണന കാണിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കട്ടപ്പന ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചെറുതോണി ടൗണിലെ തിരക്കൊഴിവാക്കി നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ ഈ വഴി ഏറെ സൗകര്യപ്രദമാണ്. ആലിൻചുവട്ടിൽ നിന്ന് വിദ്യാധിരാജ സ്കൂൾ കോമ്പൗണ്ടിലൂടെ പ്രവേശിച്ച ഏകദേശം 200 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജിലെത്താം. ഇടുക്കി അണക്കെട്ട് നിർമ്മാണ കാലത്ത് വൻമാൻ ട്രക്കുകൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ഈ റോഡ് പരിപാലനമില്ലാതെ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ചെറുതോണി പുഴയ്ക്ക് കുറുകെ മുമ്പുണ്ടായിരുന്ന പാലം വെള്ളപ്പൊക്കത്തിൽ തകർന്നതോടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ഇടുക്കി അണക്കെട്ട് ഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ച് റോഡ് പുനർനിർമ്മിച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ഏകദേശം 3 കിലോമീറ്റർ ദൂരം ലാഭിക്കുവാൻ കഴിയും. കൂടാതെ ചെറുതോണി ടൗണിലെ ഗതാഗത കുരുക്കിനും പരിഹാരം കാണാൻ കഴിയും. നമുക്ക് ചെറുതോണി സിറ്റി കൂടി ഈ സ്ഥലത്ത് നിന്നും കട്ടപ്പനയിൽ നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം ചെറുതോണി സ്ഥലത്തൂടെ പോയാൽ 3 കിലോമീറ്റർ കൊണ്ട് വേണം ഇടുക്കി മെഡിക്കൽ കോളേജിലെത്താൻ. ആ ടൗണിലെ ഗതാഗത കുരുക്കും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും ഈ റോഡൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് നന്നാക്കി എടുത്താൽ, ഒരു പാലവും കൂടെ പണിതാൽ നമുക്ക് 1 കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിയും. അതുതന്നെയല്ല, നമുക്ക് നല്ലൊരു വ്യക്തമായ പ്ലാനും പദ്ധതിയോടുകൂടി നമുക്കിവിടെ ഈ വഴി ക്ലിയർ ചെയ്ത് ഒരു പാലവും കൂടെ നിർമ്മിച്ചാൽ, നല്ല ടൂറിസം പരമായിട്ടൊരു പാലവും കൂടെ നിർമ്മിച്ചാൽ ടൂറിസം പരമായിട്ട് നമ്മുടെ ഇവിടെ വന്നൊരു കുതിച്ചുചാട്ടവും നല്ല അതിമനോഹരമായ ജനങ്ങളും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളും വരും. നല്ലൊരു കർമ്മ പദ്ധതിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. മുൻ എം പി ജോയിസ് ജോർജ് പദ്ധതിക്കായി ആശയം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയവർ വേണ്ട ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്ന വിമർശനവും ശക്തമാണ്. പാത യാഥാർത്ഥ്യമായാൽ ചെറുതോണിപ്പുഴയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുവാനായി വിനോദസഞ്ചാരികളും ഈ വഴി എത്താൻ കഴിയും. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ മെഡിക്കൽ കോളേജിന്റെ അടിയന്തര സേവനങ്ങൾക്കും പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പുകളും ഇച്ഛാശക്തി കാണിച്ച് പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.